മഞ്ചേശ്വരത്ത് SDPയെ തള്ളാതെ LDF സ്ഥാനാർത്ഥിയും ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന് LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ. എല്ലാ മനുഷ്യരോടും വോട്ട് ചോദിക്കും, മഞ്ചേശ്വരത്ത് 2006 ആവർത്തിക്കുമെന്നും ജയാനന്ദ ന്യൂസ് മലയാളത്തോട്. ഈ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ ഈ നാട്ടുകാരിൽ മുഴുവൻ വോട്ട് ചോദിക്കുന്നുണ്ട്. ഒരാളെ വിടുന്നില്ല. അത് RSS ഉണ്ടാവും, BJP ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, SDP ഉണ്ടാവും, PDP ഉണ്ടാവും. സകലமான മനുഷ്യജീവികളിൽ ഞാൻ വോട്ട് ചോദിക്കുന്നതാണ്. മൃഗങ്ങളിൽ ചോദിക്കാൻ കഴിയില്ല. ഞാൻ എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട്, എല്ലാവരും വോട്ട് ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്ന പണിയാണ്. ഇത് ആര് വോട്ട് ഇടുന്ന ആര് ഇടുന്നില്ല എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞില്ല, പുതുവികാരം എന്ന് പറയുന്നത് ഇടതുപക്ഷം ജയിക്കണം എന്നാണ്. അപ്പം അങ്ങനെയാണ് ജയാനന്ദ പറയുന്നത്. രതീഷ് വാസുവിന് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് കാസർഗോഡ് നിന്ന്. രതീഷ്, ഗുഡ് മോർണിംഗ്. SDPIയുടെ വോട്ട് വേണ്ട എന്ന് UDF പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ LDF ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടില്ല. പക്ഷേ ഇതിൽ തള്ളിപ്പറഞ്ഞാലും, മുന്നണികൾ തള്ളിപ്പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാവരുടെയും വോട്ട് വേണം. ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും അതുതന്നെയാണ്. മുന്നണികൾ സാങ്കേതികമായി തള്ളിപ്പറയുന്നു, അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു എന്നത് വളരെ സാങ്കേതികമായി മാത്രം നിൽക്കുന്ന കാര്യമാണ്. പ്രാദേശികമായി എല്ലാവരുടെയും വോട്ട് മുന്നണി സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SDPയെ മാറ്റി നിർത്താൻ കഴിയില്ല മണ്ഡലത്തിലെന്ന രാഷ്ട്രീയ ബോധ്യം കൂടിയുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക്. കാരണം ഇവിടെ വിജയത്തിൻ്റെ സംഖ്യ വളരെ നേർത്തതാണ്. 2 തവണയുമൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് വളരെ കുറഞ്ഞ വോട്ടിനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വാശിയൊന്നും, അതായത് ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്നൊന്നും പറയാനുള്ള ഒരു ആത്മധൈര്യമൊന്നും ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾക്ക്, അത് ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് VD സതീശൻ SDPയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വേണ്ട, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതും LDFിൻ്റെ നേതാക്കന്മാർ അത് തള്ളിപ്പറയാതെ, അത് വേണമെന്നോ വേണ്ടോ എന്നോ പറയാതെ നിൽക്കുന്ന സാഹചര്യമുള്ളത്. പ്രാദേശികമായ രാഷ്ട്രീയ സാഹചര്യം SDPയുടെ ഇടപെടൽ നിർണായകമാണെന്ന ഒരു ബോധ്യമാണ്. അത് എങ്ങനെ പ്രതിഫലിപ്പിക്കുമെന്നുള്ള ആശങ്ക ഇരു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും തന്നെ ഒരു വോട്ടറെയും തള്ളിപ്പറയുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി KR ജയാനന്ദയും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ആരുടെ വോട്ടും സ്വീകരിക്കും, വിജയമാണ് പ്രധാനപ്പെട്ടത്. അതുമാത്രവുമല്ല, LDFന് അനുകൂലമായ ഒരു മനസ്സ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഗുണകരമാക്കി മാറ്റുക, വിജയിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ആര് വോട്ടിട്ടു എന്ന് പരതുന്നതല്ല, ഈ ഘട്ടത്തിൽ ആര് പിന്തുണയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങളൊന്നും, എല്ലാ മനുഷ്യരുമാണ് വോട്ട് ചെയ്യുന്നത്, എല്ലാ മനുഷ്യരോടും വോട്ട് ചോദിക്കും, ആ വോട്ട് അവർ ചെയ്യും എന്നാണ് പ്രതീക്ഷ. ഇത് പറയുമ്പോൾ തന്നെ നേതാക്കന്മാരുടെ ഈ ആദ്യം പറയുന്ന എല്ലാ കാര്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രാദേശികമായ രാഷ്ട്രീയത്തിന് നമ്മൾ സംസാരിച്ച പോലെ തന്നെ മുന്നണികളൊക്കെ സാങ്കേതികമായി ആരുടെയും വോട്ട് വേണ്ട, തീവ്രവാദ വോട്ട് വേണ്ട, വർഗീയതയുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം, വിജയം മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം. രതീഷാണ് വിവരങ്ങൾ നൽകിയത്.